അപ്പം നമ്മൾ നേരത്തെ ഞാൻ ഫസ്റ്റ് ടൈം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട സമയത്തുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പേപ്പറായിരുന്നു. ആവറേജ് സ്റ്റുഡൻസിനൊക്കെ അതിനകത്ത് വളരെ ഒരു പാസ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടെങ്കിലും ബാക്കിയെല്ലാം അതിനകത്ത് ചിന്തിച്ച് ചെയ്യേണ്ടതാണ്. ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ടേ ടെസ്റ്റ് തുടങ്ങുന്നുണ്ട്. നമ്മൾ യൂഷ്വലി എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെറ്റ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ല. കുറച്ചുകൂടി A-Bയും B-Aയും എന്നിട്ട് ചോദിക്കുന്നത് B ആണ്. അതൊക്കെ ശരിക്കും ആവറേജ് സ്റ്റുഡൻസിന് ശരിക്കും അതിനകത്ത് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചവർക്ക് അത് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്ന ഡിമോർഗൻസ് ലോയുടെ വെരിഫിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ സാധാരണ പ്രതീക്ഷിക്കുന്ന ഒരു A യൂണിയൻ B ഓൾ ഡാഷ് അല്ലെങ്കിൽ ആ രീതിയാണ്. പക്ഷേ ഇത് വന്നത് തീർത്തും ഡിഫിക്കൽട്ടായിട്ടുള്ള രീതിയിലാണ്. പിന്നീട് അതിനകത്ത് പലർക്കും അതിനകത്ത് ശരിക്കും കോൺസെപ്റ്റ് അറിഞ്ഞവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ സെറ്റ്സ് ആയതുകൊണ്ട് പലർക്കും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകും, സെറ്റ്സ് ഒക്കെ താരതമ്യേന എളുപ്പമുള്ളതായതുകൊണ്ട്. പക്ഷേ ട്രിഗണോമെട്രിയിലോട്ട് വന്നപ്പം ആ ഒരു കോസ് കൂട്ടാൻ cos A + cos B ഫോർമുലയൊക്കെ അപ്ലൈ ചെയ്ത് അത് 0 എത്തിക്കാൻ പലർക്കും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാകും. ദെൻ ലീനിയർ ഇനീക്വാലിറ്റിക്ക് താരതമ്യേന വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷേ അതിൻ്റെ ആ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ പലർക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ ആ ഒരു NCRൻ്റെ പാസ്കൽ ലോയുമായി ബന്ധപ്പെട്ട് അതും പലർക്കും അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാകാം. പിന്നീട് അതിനകത്ത് പക്ഷേ അത് കമ്പാരിറ്റീവ്ലി അതൊരു എളുപ്പമുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് അതിനകത്ത് ആ ഒരു കമ്മിറ്റിയിൽ കുഴപ്പമില്ല, എളുപ്പമാണെങ്കിലും അത് യൂഷ്വൽ PYQ ടൈപ്പ് ആണെങ്കിലും മെജോറിറ്റി എന്ന് വന്നത് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ആ ഒരു മെജോറിറ്റി അവിടെ വന്നത് കാരണം അതിനകത്ത് ഫോർ മെയിൽസ് മലയാളത്തിൽ ഇതിൻ്റെ ഇവിടെ കാണാം. പിന്നീട് അതിനകത്ത് നമ്മുടെ അതിനകത്ത് സർക്കിളും അതുപോലെ തന്നെ പരാബോളയും അത് ആ പോയിന്റ് അതിൽ ആ എക്സിലും വൈയിലും അപ്ലൈ ചെയ്യാൻ അറിയുന്നവർക്ക് അതിനകത്ത് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ അല്ലാത്തിടത്തോളം ആ ഒരു യൂഷ്വൽ പാറ്റേണിൽ നിന്ന് ചെറിയ മാറ്റമുണ്ട്. എന്നാലും ഭയങ്കര ഡിഫിക്കൽട്ടാന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അത് ആപ്ലിക്കേഷൻ അറിയുന്നവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കി കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിച്ചവർക്ക് അത് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. പിന്നെ ലിമിറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻ അതിനകത്ത് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ക്വസ്റ്റ്യൻ അല്ല. അത് ഡയറക്റ്റ് ആ വാല്യൂ അപ്ലൈ ചെയ്യാനും പിന്നെ അതിനകത്ത് അത് യൂഷ്വൽ പഠിക്കുന്ന സംഭവമാണ്. X × X-2 എന്ന് പറഞ്ഞിട്ട് എക്സിനെ പുറത്തേക്ക് എടുത്തിട്ടും പിന്നെ X/sin Xൻ്റെ വാല്യൂ 1 എന്നുള്ളത് അപ്ലൈ ചെയ്തിട്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ അത് നമ്മൾ പിന്നെ അടുത്തത് പഠിക്കുന്നതാണ് Kയുടെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഡിസ്റ്റൻസ് കണ്ടിട്ട് C1 - C2/√A² + B² എന്ന് പറയുന്ന ഒരു സംഭവം അത് നിങ്ങൾ പഠിക്കുന്നതാണ്. അത് വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവില്ല. പിന്നെ അവിടെ സ്ലോപ്പ് അത് ആംഗിൾ അവിടെ tan 2π/3 ആയത് പലരെയും കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ടാവും. കാരണം അത് -√3 ആണ് അവിടെ ആൻസർ വരുന്നത്, അതിൻ്റെ ആ ഒരു ആംഗിളിൻ്റെത് വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് വേണം സ്ലോപ്പ് കാണാൻ. സാധാരണ ചെറിയ ആംഗിൾ ആയിരുന്നെങ്കിൽ അതിനകത്ത് ഇത് 2π/3 തന്നതാണ് പലരെയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവുക. അപ്പം അതും അതിനകത്ത് ഡീപ്പർ ലെവലിൽ കോൺസെപ്റ്റ് അറിയുന്ന ഒരു സ്റ്റുഡൻറ്റിന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നോക്കുമ്പം എല്ലാം ഈ ഒരു കാറ്റഗറി ആണെങ്കിലും ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി സെക്കൻഡ് സെക്ഷനിലോട്ട് വരുമ്പോഴും അവിടെ അതിനകത്ത് റോസ്റ്റർ ഫോം എഴുതാനുണ്ടായിരുന്നതും അതൊന്നും വലിയ ഒരു കുഴപ്പമില്ല, സാധാരണ നിങ്ങൾ പഠിച്ചു പോകുന്ന സംഭവം തന്നെയാണ്. പക്ഷേ പ്രൈം നമ്പർ അതൊരു PYQ തന്നെയാണ്. അതിനകത്ത് നമ്മൾ പറഞ്ഞ ടൈപ്പ് PYQയിൽ വരുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നീട് അതിനകത്ത് നെക്സ്റ്റ് കാറ്റഗറി വരുന്നതാണെങ്കിലും അതിനകത്ത് അതും PYQ ടൈപ്പ് തന്നെ വരുന്നതാണ്. പക്ഷേ രണ്ടാമത്തെ ആ ഒരു കാറ്റഗറി പലർക്കും എന്താക്കിയിട്ടുണ്ടാവും, കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ടാവും. കാരണം അതൊരു ഫംഗ്ഷൻ അല്ല എന്നുള്ളത്. കാരണം അവിടെ എക്സിന് ഒരേ വാല്യൂ വരുമ്പോൾ തന്നെ വൈയിൽ 2 വാല്യൂസ് വരുന്നുണ്ട്. ദെൻ അവിടെ എക്സിന് 2 കൊടുക്കുമ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 വാല്യൂസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്തല്ല, ഒരു 2ന് തന്നെ അപ്പുറത്ത് 2 ഇത് വരുന്നത്, ഒരു സ്വിച്ച് ഇട്ടാൽ 2 ബൾബ് കത്തുന്നു എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ അല്ലല്ലോ അതിനകത്ത്. അപ്പോൾ അതല്ല. പിന്നെ കോംപ്ലക്സ് നമ്പർ പലരെയും കുഴക്കിയിട്ടുണ്ടാകും ആ ഒരു ഫസ്റ്റ് സെക്ഷൻ 1 മാർക്കിൻ്റെത്. പിന്നെ രണ്ടാമത്തത് നിങ്ങൾ യൂഷ്വൽ പഠിക്കുന്ന സംഭവം തന്നെയാണ്, അത് PYQ ടൈപ്പ് വന്നത് തന്നെയാണ്, വലിയ ഇഷ്യൂ ആയിട്ടുണ്ടാവില്ല. പക്ഷേ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിലെ ആ ഒരു റിങ്ങിൻ്റെത് പലരെയും കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ടാകും. 5 വിരലിലോട്ട് 3 റിങ്ങുകൾ കൊടുക്കുന്ന ആ നമ്പർ ഡിജിറ്റ് ചെയ്യുന്ന പോലെയാണ് അത് ചെയ്യേണ്ടത്. റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്ന 5 ഫിംഗേഴ്സിനും 3 ചോയ്സുകൾ എന്നുള്ള രീതിയിൽ 3 റിങ്ങിനും 5 വിരലുകൾ ചോയ്സ് എന്നുള്ള രീതിയിൽ 5 × 5 × 5 എന്ന് പറയുമ്പോൾ. പിന്നെ അതിനകത്ത് ഡിജിറ്റിൻ്റെ സംഭവമാണ്, അതും പലരെയും കുഴക്കിയിട്ടുണ്ടാവും. >1000 വരുമ്പോൾ ആവറേജ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. അതിനകത്ത് ഡെസിമൽ പ്ലേസസ് ഡിജിറ്റിൻ്റെ പ്ലേസുകൾ നോക്കിയിട്ട് 100ൻ്റെ പൊസിഷനൊക്കെ നോക്കി വേണം അത് ചെയ്യാൻ. പിന്നെ ഇത് പിന്നെ യൂഷ്വലി ഒരു PYQ ടൈപ്പാണ്. 13ാമത്തേത് സ്ട്രൈറ്റ് ലൈൻ്റെ. പക്ഷേ അതിലും ഒരു എന്ത് വന്നിട്ടുണ്ട്,
അവരതിനെ ഒന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. സാധാരണ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞിട്ട് മിഡ് പോയിന്റ് കാണുന്ന ഒരു കോൺസെപ്റ്റ് അറിയുന്ന സ്റ്റുഡൻറ്റിനെ അത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എലിപ്സിൻ്റെ എളുപ്പമായിരുന്നു. പിന്നെ നെക്സ്റ്റ് കാറ്റഗറി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ടൈപ്പ് തന്നെയായിരുന്നു. നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് ഏറിയ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരുപാട് അതിനകത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ, കാരണം നിങ്ങൾ എക്സ്പാൻഷൻ ആയിരിക്കും അതിനകത്ത് പലരും പഠിച്ചു പോയിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ +2 പേപ്പറിനേക്കാളും +2 പേപ്പർ പോലെ അതിനേക്കാളും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു +1 എന്ന് പറയാൻ സാധിക്കും. പാസ് മാർക്കിനുള്ള സംഭവങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും എലിപ്സ് ഉണ്ടായിരുന്നു, സ്റ്റാറ്റിറ്റിക്സ് ഉണ്ടായിരുന്നു, പിന്നെ ഡിമോർഗൻസിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയും അതിനകത്ത് എക്സ് പ്രോബബിലിറ്റിയിൽ എക്സ് ഒക്കെ കണ്ടുപിടിക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. പിന്നെ ആ ബോളിൻ്റെ സംഭവം അത് ഓൾറെഡി അതിനകത്ത് PYQ ടൈപ്പ് തന്നെയാണ്. പക്ഷേ ട്രിഗണോമെട്രിയിലോട്ട് വന്നപ്പം പലർക്കും അതിനകത്ത് ഈ ഒരു സംഭവങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം sin 66 എന്ന് പറയുന്നത് അവർ sin 24ൻ്റെ തന്നെയാണ് cos 66. അവിടെ sin 66 എന്ന് പറഞ്ഞാൽ എന്താണ്, cos 24 ആണ്. അപ്പം അങ്ങനെ ഒരു മാറ്റം വരുത്തിയത് പലരെയും കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു സംഭവം അത് GPയുടെ അതിനകത്ത് ആസ് യൂഷ്വലാണ്. പക്ഷേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിനകത്ത് കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവും, പലർക്കും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഒന്നും ബുദ്ധിമുട്ടാണ്, കാരണം അതിൻ്റെ സമ്മ് കണ്ട് അതിൽ എന്നൊക്കെ കാണാൻ കുറച്ച് മാത്സ് കുറച്ച് അത്യാവശ്യം ബേസിക് നന്നായിട്ട് അറിയുന്നവർക്ക് അത് എന്നിലോട്ട് എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ വഴികൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. പിന്നെ അതിനകത്ത് നമ്മുടെ ഈ ഒരു ഡെറിവേറ്റീവിലോട്ട് വരുമ്പോൾ വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. ഡെറിവേറ്റീവ് പഠിച്ചവരാണെങ്കിൽ അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു. പിന്നെ സ്റ്റാറ്റിറ്റിക്സ് അതും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം ഇൻ കേസ് ഇതിനകത്ത് പറയുമ്പം അതിനകത്ത് ഈ ഒരു കാറ്റഗറിയിൽ വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എന്നിരുന്നാലും ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അധികം സ്കോർ ഇപ്പോൾ ഇമ്പ്രൂവ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക്, +2 മാർക്ക് കുറഞ്ഞവർ +1 എഴുതുന്നവർക്കൊക്കെ അത്യാവശ്യം, കാരണം എല്ലാ ക്വസ്റ്റ്യൻസും എളുപ്പമാകുമ്പോഴാണ്, ഓൾമോസ്റ്റ് ക്വസ്റ്റ്യനുകളൊക്കെ നല്ല രീതിയിലാവുമ്പോഴാണ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക. അപ്പം അങ്ങനെ ഒരു പേപ്പർ ആയിരുന്നില്ല. എന്താ പറയുക, A+ ഒക്കെ നേടാൻ നല്ല പാട് ആയിരിക്കും പലർക്കും എന്നുള്ളതാണ് ഈ ഒരു പേപ്പറിൽ നിന്ന് മനസ്സിലാക്കുക. പക്ഷേ കോൺസെപ്റ്റ് നന്നായി ഡീപ്പർ ലെവലിൽ അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി പഠിച്ച ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. എന്നിരുന്നാലും ടൈം മാനേജ് ചെയ്യാനും ചിന്തിച്ച് ആലോചിച്ച് ക്വസ്റ്റ്യനിലോട്ട് എത്താനും ഒക്കെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാകും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂട്ടോ. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു പേപ്പർ തന്നെയായിരുന്നു.